സജി ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. ചോദ്യം ചെയ്യലിനോട് പ്രതി സജി സഹകരിക്കുന്നില്ല. 2018 കാണാതായ സജിയുടെ പിതാവിന്റെ തിരോധാനം കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. അവസാനമായ മാത്യുവിനെ നെടുങ്കണ്ടത്ത് കണ്ടവരെ പോലീസ് അന്വേഷിക്കുകയാണ്. വോട്ടെണ്ണലിന് ശേഷം സജിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. രാഹുൽ വിജയൻ ഇടിക്കുകയും ചെയ്തു. രാഹുല്, അമ്മയും സഹോദരനെയും കൊലപ്പെടുത്തിയ വാർത്ത വരുമ്പോൾ തന്നെയാണ് പിതാവിന്റെ തിരോധാനത്തിൽ കുടുംബത്തിന് വലിയ സംശയം വരുന്നത്. 2018 മുതൽ കാണാതായ മാത്യുവിനെ കുറിച്ച് ഇന്നും ഒരു വിവരവുമില്ല. സജിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന സഹോദരിയുടെ ആരോപണമടക്കം വരുന്നു. എങ്ങനെയാണ് ഈ കേസിൽ തിരോധാനത്തിൽ പോലീസിന്റെ അന്വേഷണം? എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് സജിയിൽ നിന്ന് ചോദിച്ചറിയാൻ പോകുന്നത്? സുഹൈൽ, ഈ മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ഈ സജിയെ പോലീസ് ശക്തമായി തന്നെ സംശയിക്കുന്നുണ്ട്. കാരണം അന്നു മുതൽ തന്നെ ഈ സജിയുടെയും പെരുമാറ്റവും അതുപോലെ തന്നെ മൊഴിയിലെ വൈരുദ്ധ്യവും ഒക്കെ പോലീസ് സംശയിച്ചിരുന്നതാണ്. പക്ഷേ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ അത് അല്പം കൂടി രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. മാത്യുവിനെ കാണാതാകുന്നത് 2018 മാർച്ച് 4-നാണ്. അന്ന് നെടുങ്കണ്ടം ടൗണിൽ വരികയും ഒരു ബസ്സിൽ വന്നിറങ്ങുകയും പിന്നെ ഓട്ടോയിൽ കയറി പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ വരെ പോലീസിന് ലഭിച്ചിരുന്നു. അത് ഏത് ഓട്ടോയാണ്, അല്ലെങ്കിൽ ഓട്ടോയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവസാനമായി കണ്ടിട്ടുണ്ടോ ആളുകൾ, ആ കണ്ട ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും ശ്രമിക്കുന്നത്. ഇലക്ഷൻ തിരക്ക് കഴിഞ്ഞതിന് ശേഷം മെയ് 4-ന് ഈ സജിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.